സുഹൃത്തുക്കളെ നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. കഴിഞ്ഞ വീഡിയോ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് കമൻസ് വന്നിരുന്നു, നല്ല നല്ല കമൻസ്. അതേപോലെ അതിൽ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചത്, അതായത് വീഡിയോസ് കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഒരു കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവായ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോസ് ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി സഹായിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു ഫീമെയിൽ മെമ്പറിൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു. ഒരു മൊബൈൽ ഫോൺ മാത്രമാണ്, അത്യാവശ്യം വലിയ ഫണ്ടൊന്നും ഇറക്കാതെ ചെറിയ ഒരു മൊബൈൽ ഫോണും അത്യാവശ്യം സാധനങ്ങളും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നതായിരുന്നു പുള്ളിക്കാരിയുടെ ചോദ്യം. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ക്യാപിറ്റൽ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ iPhone 14 Proയോ അതുപോലെയുള്ള നല്ല ക്വാളിറ്റി വീഡിയോ ഫുട്ടേജ് കിട്ടുന്ന ഫോണുകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഒരു ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ നല്ല വീഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിലുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വീഡിയോ എഡിറ്റിങ്ങിനുള്ള സോഫ്റ്റ്വെയർ അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത്. അന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉണ്ടാവണം. ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പാകത്തിലുള്ള റാം സൗകര്യം നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമാണ് ഒരു ക്രൈറ്റീരിയ ഉള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ പഠിക്കുക, അത് എഡിറ്റ് ചെയ്യുക, അതൊക്കെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം സെപ്പറേറ്റ് ആണ്. നമുക്ക് ഒരു ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം സോഫ്റ്റ്വെയർ ഒക്കെ തന്നെ ഏത് കൊച്ചു കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ് ഇന്ന് എല്ലാവരും വീഡിയോ എഡിറ്റിങ്ങിൻ്റെ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എല്ലാം തന്നെ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാർ. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ട് വലിയ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നതിനേക്കാളും മികച്ച രീതിയിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സോഫ്റ്റ്വെയറിനെ മൊബൈൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാൻ പറ്റും എന്ന ഒരു ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിച്ചു നിർത്തുകയാണ്. വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെല്ലാം തന്നെ ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ സ്വയം പഠിച്ചെടുക്കുക മറ്റുള്ളവർ സഹായത്തിലോടുകൂടി. ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. യൂട്യൂബർ ആകാൻ ഏറ്റവും ആദ്യം വേണ്ടത് മൊബൈൽ ഫോൺ ആണ്. അതുപോലെ അത് ഉപയോഗിക്കാനുള്ള അറിവും യൂട്യൂബിൻ്റെ അക്കൗണ്ടും അതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഹാർഡ്വെയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹെഡ്ഫോണാണ്, ഒരു ഇയർഫോണാണ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും മികച്ച രീതിയിൽ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു ഹെഡ്ഫോൺ, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു ഹെഡ്ഫോൺ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഇല്ലാതെ ഒരു രീതിയിലും വീഡിയോ എഡിറ്റിങ്ങോ ഓഡിയോ അതിൻ്റെ ശബ്ദ ക്രമീകരണങ്ങളൊന്നും തന്നെ കൃത്യമാക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ എല്ലാ സമയത്തും ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് അതുമായിട്ട് നിങ്ങൾ ആ ഒരു ശീലിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഹെഡ്ഫോൺ മാറ്റാതെ അതേ ഹെഡ്ഫോൺ തന്നെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, വോളിയം കുറഞ്ഞു പോയി, നെക്സ്റ്റ് ടൈം അത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ഹെഡ്ഫോണാണ് സെക്കൻഡ് ടൈം ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ എത്ര ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഉപയോഗിച്ച ഫോൺ തന്നെ ത്രൂ ഔട്ട് ഉപയോഗിക്കുക. പിന്നീട് അത് കേടാവുകയാണെങ്കിൽ സെയിം ബ്രാൻഡ് സെയിം സാധനം തന്നെ വീണ്ടും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് വയേർഡായിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ്. ഇയർപോഡുകൾ ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല, പക്ഷേ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹെഡ്ഫോൺ വേണം എന്നുള്ളതേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹെഡ്ഫോൺ നിങ്ങൾ ഉപയോഗിക്കണം. ഏതൊരാളും ഏത് കൊച്ചു കുട്ടികളായാലും മൊബൈലിൽ വളരെ ക്രിയേറ്റീവായ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവരൊക്കെയും പരാജയപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അവർ പറയുന്ന അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് അതിൻ്റെ കൂടെയുള്ള ശബ്ദം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു രീതിയിലായിരിക്കും. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ശബ്ദമായിരിക്കും. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതായിരിക്കണം ഒരു യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനായിട്ട് നിങ്ങൾ
കൈകാര്യം ചെയ്യുന്ന വിഷയം എങ്ങനെയുള്ളതാണ് എന്നതിനനുസരിച്ചാണ് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളൊരു മൂവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വയർലെസ് മൈക്രോഫോണാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വണ്ടിക്കകത്ത് ഇരുന്നിട്ട് വെറുതെ ഒരു ഹെഡ് ഷോട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തല മാത്രം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു വയേർഡ് മൈക്കായാലും മതി. വയേർഡ് മൈക്കിന് ഒരു 1000 രൂപയിൽ താഴെ മാത്രമേ വില വരുള്ളൂ. പക്ഷേ വയർലെസ് മൈക്കാവുമ്പോൾ ഒരു ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഒരു 3000 രൂപ മുതൽ 30,000 രൂപ വരെ റേറ്റ് വരും. അതിന് അഡീഷണൽ ബാറ്ററീസ് നിങ്ങൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഒരു ഹെഡ് ഷോട്ട് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം മാത്രം കാണിച്ചിട്ട് വോയിസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരായി പങ്കുവയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു വയേർഡ് മൈക്രോഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിനെ ലാവലിയർ മൈക്ക് എന്നാണ് പറയാറുള്ളത്. വയർ ആയിട്ടുള്ള 1.5 മീറ്റർ നീളത്തോളം 1.5 മീറ്റർ ദൂരത്തോളം വയർ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് അത് പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീപ്പായിട്ടുള്ള വയർലെസ് മൈക്രോഫോണുകൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരു ബോയ എന്ന ഒരു ബ്രാൻഡിൻ്റെതാണ്. 3000 രൂപയിലാണ് ഇതിനകത്ത് ആമസോണിൽ പ്രൈസ് കാണിക്കുന്നത്. ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു റിവ്യൂ പറയാൻ അറിയില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഏറ്റവും ചീപ്പായിട്ടുള്ള ഇതെടുത്ത്. അത് കൂടാതെ നിങ്ങൾക്ക് കോസ്റ്റ് വൈസ് നിങ്ങൾ കാശിറക്കാൻ തയ്യാറാണെങ്കിൽ റോഡിൻ്റെ ഈ രീതിയിലുള്ള മൈക്രോഫോണുകൾ വാങ്ങിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി തരുന്നതാണ് ഈ റോഡിൻ്റെ വയർലെസ് മൈക്രോഫോണുകൾ. നിങ്ങൾക്കത് ഫോണിന് ഉപയോഗിക്കാം, ക്യാമറയ്ക്ക് ഉപയോഗിക്കാം. സോ പറ്റുമെങ്കിൽ ഇത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് വാങ്ങിക്കുക. അതും അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ, നിങ്ങൾ അധികം അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചു പോകുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ദൂരെ നിന്ന് സംസാരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ വയർലെസ് ആണ് നല്ലത്. അല്ലെങ്കിൽ വളരെ അടുത്ത് എപ്പോഴും ഒരു സെൽഫി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വയേർഡ് മൈക്കാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ. അതാകുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും. ബാറ്ററി ഇഷ്യൂ അല്ലെങ്കിൽ റീചാർജിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾ നേരിടാൻ പോകുന്നില്ല. അപ്പോൾ മൈക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. മൊബൈൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടേണ്ടി വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ വൈഡായിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ബോഡി ഷോട്ടുകൾ സ്വയം ചെയ്യാനുള്ള ഒരു പരിമിതിയാണ്. കാരണം സെൽഫി ആയിട്ട് ചെയ്യുമ്പോൾ കയ്യിലാണ് നിങ്ങൾ മൊബൈൽ ക്യാമറ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി കാണിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അതേപോലെ ഒരു ക്രൗഡ് കാണിക്കും, വലിയ ജനക്കൂട്ടത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ അവരെ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റ്സ് കൊണ്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട വിത്ത് ബ്ലൂടൂത്ത് ട്രിഗർ അടക്കമുള്ള ഒരു സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കേണ്ടത് നിർബന്ധമായിട്ടും വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 മീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. വലിയ വൈഡായിട്ട് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിമുകൾ കമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് എന്നുള്ളത് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മൊബൈൽ സ്മാർട്ട് ഫോൺ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് നിങ്ങൾ സെൽഫി രീതിയിൽ അല്ലെങ്കിൽ സ്വയം ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് മാത്രം അവതരിപ്പിക്കുന്ന, ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ എന്താ പറയുക ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ മുഖം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടത് ഒരു റിംഗ് ലൈറ്റാണ്. സ്പോട്ട് ലൈറ്റുകൾ ഒരുപാട് LED സ്പോട്ട് ലൈറ്റുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും LED റിംഗ് ലൈറ്റുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. LED റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ശരിക്കും സ്പ്രെഡായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് വരിക. അത് നിങ്ങളുടെ മുഖത്ത് തട്ടുമ്പോൾ എല്ലാ ഭാഗത്തും ഒരു ബ്യൂട്ടിഫൈ ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പോട്ട് ലൈറ്റ് LED മറ്റ് ചിപ്പായിട്ട് കിട്ടുന്ന 2 ബാറ്ററി ഇടുന്ന ചെറിയ ടൈപ്പ് ലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സ്പോട്ടായിട്ട് ഒരു ലൈറ്റ് പാച്ച് മുഖത്ത് വന്ന് വീഴുന്നത് പോലെയുള്ള ഒരു ഫീൽ ഉണ്ടാവും. അത് ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു സെൽഫി ആയിട്ട് സ്വയം എല്ലാം ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയാൾ പോസ് ചെയ്തതിന് ശേഷം ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ തന്നെ എണീറ്റ് പോകണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നുള്ളത് ഒരു റിംഗ് ലൈറ്റാണ്. റിംഗ് ലൈറ്റ് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ നിങ്ങളുടെ സെൽഫി സ്റ്റിക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് വാങ്ങിക്കണം. അത്രയും സ്ട്രോങ് ആയ സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കണം. അല്ല നിങ്ങൾ ഒരു സ്റ്റാൻഡിൽ വെച്ച് സംസാരിക്കുന്ന ആളാണെങ്കിൽ ഈ
ഇപ്പോൾ വീഡിയോ ഇതിനകത്ത് കാണുന്നത് പോലെയുള്ള ഇത്തരം ഒരു സ്റ്റാൻഡുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സെൽഫി വീഡിയോസ് തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു പരിമിതിയുണ്ട്. ഈ ലൈറ്റിൻ്റെ റേഞ്ചിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഇരുണ്ടതായിട്ട് തോന്നും. ഒരു കൃത്യമായ പോയിന്റിൽ നിന്നിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ സെൽഫി റിംഗ് ലൈറ്റിൻ്റെ നടുവിലായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ വയ്ക്കും. അവിടെ നിന്ന് അതിലേക്ക് നോക്കി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് റിംഗ് ലൈറ്റും മൊബൈൽ ഫോണും എല്ലാം കൂടി ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിന്ന് സംസാരിക്കാം. രണ്ട് കൈയും ഫ്രീ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ ബോഡി ലാംഗ്വേജ് കുറേ നന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾ മൊബൈലും എടുത്തിട്ട് നടന്ന് ഷൂട്ട് ചെയ്യുന്ന ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ് ഒക്കെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഒരു മൂവ് ചെയ്യുന്ന സംഭവങ്ങളാണ് നിങ്ങളുടെ ടോപ്പിക് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത്തരം ഒരു സ്റ്റെബിലൈസറുകൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുവിധം ലൈറ്റിൻ്റെ ഭാഗങ്ങൾ കണക്ട് ചെയ്യാനും അതേപോലെ വ്യക്തമായി പിടിച്ച് നല്ല എങ്ങനെ തന്നെ ഓടിയാലും ചാടിയാലും വലിയ കുലുക്കോ ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ വീഡിയോസ് സെറ്റ് ചെയ്യുന്ന, അതായത് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെബിലൈസറുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പല കമ്പനികളുടെ പല ബ്രാൻഡിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോസ്റ്റ് വൈസ് ഏറ്റവും അഫോർഡബിൾ ആയത് വാങ്ങിക്കുക. പക്ഷേ വളരെ ചീപ്പായ സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പല പരിമിതികളും നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഡയറക്റ്റ് ബ്ലൂടൂത്ത് വഴി റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ അതിനകത്ത് ഉണ്ടാവും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ചീപ്പായത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള റെക്കോർഡിങ് നിങ്ങൾ ഫസ്റ്റിൽ സ്ക്രീനിൽ മൊബൈലിൽ ടച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതും പിടിച്ച് നടക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് അതിന് കാശ് മുടക്കിയിട്ട് തന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കും. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫോണുകളിലും നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ ഫോൺ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവാനും അത് ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഫോൺ കയ്യിൽ പിടിച്ച് ഓടുക അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് പിടിച്ച് ഓടുക എന്നുള്ളത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെബിലൈസർ വാങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് ഇത് ഒരു ഡിജിറ്റൽ സ്റ്റെബിലൈസറാണ്. അപ്പോൾ ഇതിന് എങ്ങനെ ഷെയ്ക്ക് വന്നാലും അത് മാനേജ് ചെയ്തോളൂ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് എന്താ പറയുക ലൈറ്റുകൾ LED ലൈറ്റോ മറ്റു കാര്യങ്ങളോ ഫിക്സ് ചെയ്യാനും മൈക്രോഫോണിൻ്റെ ഭാഗങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതും വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ഒരു മൂവിങ് ഷോട്ട്സ് എടുക്കുന്ന ഒരാളാണ്, വളരെ ഫാസ്റ്റ് മൂവിങ്ങും അല്ലെങ്കിൽ ഒരു ബൈക്കിൽ പോകുന്നവർക്ക് ഇതൊരിക്കലും ഒരു പ്രാക്ടിക്കലി നല്ലൊരു കാര്യമായിരിക്കില്ല. കാരണം ബൈക്കിൽ പോകുമ്പോൾ ഇത്തരം സ്റ്റെബിലൈസറുകൾ ബൈക്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽമെറ്റിലൊക്കെ ഫിക്സ് ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നിങ്ങൾ GoPro പോലുള്ള ആക്ഷൻ ക്യാമറാസ് ഉപയോഗിക്കണം. അതിനകത്ത് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ ഉള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഒരു ക്ലാമ്പ് ഇട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഞാൻ ഏറ്റവും ലോ ബഡ്ജറ്റിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ഒരു അധികം എന്താ പറയുക പുറത്തോട്ടൊക്കെ പോയി ചെയ്യാത്ത എന്നാൽ ചെറിയ ബഡ്ജറ്റിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സജഷനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് മൊബൈൽ വ്ളോഗർ ആവണമെങ്കിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റർ ആവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മുടെ ഓഡിയോ നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഫോണിൽ ഏറ്റവും നല്ല രീതിയിൽ വീഡിയോയും ഓഡിയോയും എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ ആ ഓഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഓഡിയോ നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാൻ പറ്റിയ ഹെഡ്ഫോൺ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. അത് ബ്ലൂടൂത്ത് ആയാലും ഏതായാലും ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ ഇൻഡോർ അല്ലെങ്കിൽ എവിടെ കഴിഞ്ഞാലും ലൈറ്റ് ഉണ്ടായിരിക്കണം. അതിന് ഏറ്റവും നല്ലൊരു റിംഗ് ലൈറ്റ് വാങ്ങിക്കുന്നതാണ്. റിംഗ് ലൈറ്റ് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ എവിടെ ആയിക്കഴിഞ്ഞാലും അവിടെ ഒരു ആംബിയൻറ്റ് ലൈറ്റ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ആംബിയൻറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ മുഖത്ത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ലൈറ്റ് മുഖത്ത് ഹൈ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര ഒരു ഡള്ളായ ഒരു ഫീൽ വരികയും ചെയ്യും. അത് കാഴ്ചക്കാരന് വളരെ അരോചകമാവുന്ന രീതിയിലായിരിക്കും ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ മുന്നിൽ നിന്നും റിംഗ് ലൈറ്റ് വരുന്നുണ്ടെങ്കിലും ബാക്കിലും മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ റൂമിലുള്ള മറ്റ് ലൈറ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ LED ഉപയോഗിക്കുമ്പോൾ ഫ്ലിക്കർ ഫ്രീ എന്ന കാറ്റഗറിയിലുള്ള LEDs ഉപയോഗിക്കണം. കാരണം സാധാരണ വരുന്ന റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബുകളാണെങ്കിൽ അതിന് ഭയങ്കര ഫ്ലിക്കറിങ് ആയിരിക്കും. ഇത്തരം ലൈറ്റുകൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ അത് ഭയങ്കരമായിട്ട് ഫ്ലിക്കർ ചെയ്യുന്നതും കാഴ്ചക്കാരന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് അത് വന്നു ചേരാറുണ്ട്. അപ്പോൾ അത്തരം LED ലൈറ്റുകൾ ഒഴിവാക്കുന്നത് നല്ലൊരു രീതിയായിരിക്കും. ഓൾറൈറ്റ്, ഇത്രയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അത്യാവശ്യം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.